സത്യപ്പെടുത്തി നമ്മൾ കരിവേലും കൊണ്ട് അടുപ്പ് കത്തിക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോഴത്തെ കറണ്ടിന്റെ നമ്മുടെ ചാർജ് വർദ്ധന, നമ്മളെ വിറകിന്റെ ക്ഷാമങ്ങൾ, പിന്നെ നമ്മളെല്ലാം സൗകര്യാർത്ഥമുള്ള ഇതാണ്. നമ്മൾക്ക് ഈ ടാങ്കിൽ നമ്മൾ കരിവേലാണ് നടത്തിയിരിക്കുന്നത്. കരിവേല് നമുക്കിതിൽ ഡീസൽ നിറയ്ക്കാം, പിന്നെ നമ്മളെ ഓയിലുകൾ. പക്ഷെ കരിവേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കരിവേലാണ് ഈ ടാങ്കിലുള്ളത്. നമ്മൾ ഈ അടുപ്പ് ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കത്തിക്കാൻ ഇതിന് നമുക്കൊരു തിരി ഇട്ടിട്ടാണ് നമ്മൾ കത്തിക്കുക. നമുക്ക് ഈ ഒരു പിസ്റ്റൺ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് കത്തും. നമുക്കിത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ ഓവർ കരിയൊന്നും പിടിക്കുന്നില്ല. ഞാനിതിപ്പോൾ നമ്മുടെ ഓണത്തിനാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ ഇതിന്റെ മെയിൻ സാധനം. നമുക്ക് കറണ്ട് ഇതിന് വേണം. കറണ്ട് നമുക്കൊരു പേരിന് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യാൻ മാത്രമാണ് കറണ്ട്. നമ്മൾ ഈ സാധനം ഇത് തിരി കൂട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ പ്രഷർ കൂടും, പിന്നെ നമുക്കിത് കാണാൻ കഴിയും. പിന്നെ നമ്മളിപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പശുവിനെ വെള്ളം ചൂടാക്കി തിളപ്പിക്കാനോ വീട്ടുകാർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചൂടുവെള്ളം ഉപയോഗിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സാധനം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കിത് ഈ ഓയിലിന് വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് ഇത് എത്രത്തോളം വീട്ടുകാർക്ക് അതിൻ്റെ ഇത് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യം നമ്മളിപ്പോൾ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കലില്ല. പക്ഷെ എന്നാൽ നമ്മൾ കണ്ടിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റാണ്. കണ്ടോ, നമ്മളിപ്പോൾ വെള്ളം വെച്ചേ ഉള്ളൂ. വെള്ളം ചൂടായി തുടങ്ങി. പാത്രത്തിൽ നമ്മളിപ്പോൾ അതിന് മാത്രമല്ല കരി പിടിക്കാനൊന്നുമില്ല. സംഭവം നമ്മൾ കണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളാണ്, ആർക്കും കൈകാര്യം ചെയ്യാം. പക്ഷെ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് സ്റ്റാർട്ടിങ് കറണ്ട് വേണം. പിന്നെ നമ്മൾ ഈ ടാങ്ക് ഇതിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിക്കണമെന്നില്ല. നമ്മൾ ലേശ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ കത്തും. പിന്നെ ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കത്തിരിക്കുന്നത് കരിവേലാണ്. നമ്മളെ ബൈക്കിൻ്റെ ഓയിൽ മാറ്റിയത്. ഇതിൽ നമുക്ക് ഈ ചിക്കൻ പൊരിച്ച് പിന്നെ അതിനുള്ള ബാക്കി എണ്ണ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളെ പെട്രോളും ഡീസലൊക്കെ നമുക്ക് ഭയങ്കര വില വരും. അപ്പോൾ നമുക്ക് നഷ്ടത്തിലേക്കാണ്. നമ്മൾ കരിവേല് നോക്കാൻ നമുക്ക് വലിയ വിലയില്ലാത്ത സാധനമാണ്. അതുപോലെ ചിക്കൻ പൊരിക്കുന്ന എണ്ണ, ഓയിൽ, ബാക്കി വരുന്ന ഓയിൽ നമുക്ക് ഈ പിസ്റ്റൺ ചൂടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ചിലവ് വരുന്നത് ഈ ഒരു സാധനമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ചിലവ് വരുന്നത്. ബാക്കി ഇത് നമുക്ക് എത്രത്തോളം ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കും ഇൻഡസ്ട്രിക്കാർക്ക് അത്ര കണക്റ്റ് വരുത്തുള്ളൂ. സംഭവം ഇതാണ്. കേട്ടോ, നമ്മളിപ്പോൾ വെച്ചേ ഉള്ളൂ. വെള്ളം വെച്ചാൽ ചൂടായി തുടങ്ങി. കണ്ടോ, വെള്ളത്തിന് നേരം വല്ല കളർ വെച്ചോ അല്ലെങ്കിൽ നാടിയിൽ വല്ല കരിയോ കാര്യമോ ഒന്നുമില്ല. ഇതാ ഇപ്പം നമ്മൾ ഇത്ര നേരം കത്തി അടുക്കുവാണ്. ഇത് നമ്മളെ ഇൻഡസ്ട്രിയോട് നമ്മൾ പരിചയപ്പെടുത്തി തന്ന് അദ്ദേഹത്തിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി തന്നാണ്. ഞാനിപ്പോൾ അത് ഒരാഴ്ചയായി ഇത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടോ കാര്യമായിട്ട് പിന്നെ നമുക്ക് തോന്നിയില്ല. പിന്നെയെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോരോ അസൗകര്യങ്ങളുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കൊരു വലിയ ഉപകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് രാവിലെ എണിച്ച് വറവ് ഒക്കെ കത്തി പിടിച്ച് വരുന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് രാവിലെ ഈ തീ കത്തിച്ച് നമുക്കത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പശുവിനെ കറന്ന് വരുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ആ വെള്ളം ചൂടാവും. അപ്പോൾ നമുക്ക് ആ കറവ് കഴിഞ്ഞ് വരുന്ന പശുവിന് വെള്ളം കൊടുക്കുന്നതിന് നമുക്ക് അതിലേക്ക് ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാല് കൊടുക്കാൻ പോവാം. ഉഷാറായിട്ട് വീട്ടുകാർക്കും കൈകാര്യം ചെയ്യാം. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്കിപ്പോൾ ഞാൻ വലിയ ഉപകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാനിതിന് മുമ്പ് ഇത് ഒന്ന് സ്റ്റാർട്ട് കിട്ടിയിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ ഇതിന് വിളിച്ചു, ഇതിന് എത്ര ചിലവുണ്ട്, ഇതാരോ നിർമ്മിച്ചു. ഞങ്ങൾ നിർമ്മിക്കൽ ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. ചിലവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വന്ന ചിലവ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ചായിരിക്കും വരിക. ചിലപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസിൽ വില കൂടുന്നതനുസരിച്ച് നോക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് പിന്നെ വില കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കുതിരയിൽ നിന്ന് എടുത്തതാണ്. കുതിരയിലാകുമ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് തുല്യം കിട്ടും. പിന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് നമ്മളെ ഇഷ്ടാന്യായം കൊണ്ട് അതിന് കാര്യമായിട്ട് പൈസ വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ആർക്കെങ്കിലും ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് നിർമ്മിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉപകരിക്കാം. ഇതാണ് ഇത് നമ്മൾ പറഞ്ഞു കേട്ടോ. പാത്രത്തിൻ്റെ അവസ്ഥ, പാത്രത്തിൽ അതിന് മാത്രം നമ്മൾ കരി പിടിക്കാനില്ല. വെള്ളത്തിൽ ഏകദേശം തന്നെ നല്ല തിളയ്ക്കുന്ന അതിൻ്റെ രൂപത്തിലേക്ക് എത്തും. പിന്നെ ഇത് അവിടെ ഒന്നും ചൂടാവില്ല. ഇവിടെ ഒന്നും ചൂടാവില്ല. ഇത്ര ഇപ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചൂടാവില്ല. പിന്നെ ഈ സാധനം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് നമ്മളെ സാധാ ഡപ്പ, എല്ലാവരും ഉപയോഗിക്കുന്ന അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഡപ്പയാണ് ഈ ടാപ്പ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എയർ അത്രയും രീതിക്ക് നമ്മൾ ടാങ്കിലേക്ക് എയർ തുറന്നില്ല. ഇപ്പോഴാണ് ഇപ്പോൾ ലേശം എയർ എടുത്ത് എണ്ണ തുറക്കുന്ന. അപ്പോൾ ആ എണ്ണ കൂടുതൽ ഇങ്ങനെ നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം അവിടെ തീ പ്രഷർ കൂടും. പിന്നെ നമ്മളിതാ ഈ സാധനം ഇത് പരമാവധി നമ്മൾ ഓവർ കൂടുന്നുണ്ടോ, ഇത് നമ്മളിവിടെ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ തീയിൻ്റെ പ്രഷർ കൂടും. ഇത് നമുക്ക് സാധാ ഒരു മീഡിയം വെച്ചാൽ മതി. ഇതാ
പിന്നെ കറണ്ട് വേണം. കറണ്ട് പോയി കഴിഞ്ഞാൽ കാണാം ഈ ഫാന് വർക്ക് ചെയ്യില്ല. ഫാന് വർക്ക് ചെയ്യുമ്പോൾ അത് ഈ ഓട്ടോമാറ്റിക് നെറ്റ് വരും.